ഗസ വെടിനിർത്തലിന്റെ ആദ്യഘട്ട കരാർ വിജയകരമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് ഖത്തർ. UN രക്ഷാസമിതിയിലാണ് രാജ്യം നിലപാട് വ്യക്തമാക്കിയത്. മധ്യസ്ഥ രാഷ്ട്രമെന്ന നിലയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മുൻപിലുണ്ടാകുമെന്നും ഖത്തർ പ്രതിനിധി വ്യക്തമാക്കി. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, UN രക്ഷാസമിതിയിലാണോ ഖത്തർ നിലപാട് അറിയിച്ചത്? എന്താണ് ഗസയിലെ വെടിനിർത്തൽ സമാധാനം തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ അറിയിച്ചത്? ദിവ്യ, UN രക്ഷാസമിതിയിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, അതും അതിൽ യുഎന്നിലെ ഖത്തർ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ ആലിയ അഹമ്മദാണ് ഖത്തറിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അഥവാ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ സമ്പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കണം, അത് വിജയകരമാകണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കൂട്ടായ ശ്രമങ്ങൾ വേണം. അത് ആരുടെയെങ്കിലും മാത്രം ഉത്തരവാദിത്വമല്ല, അതെല്ലാ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നാണ് UN രക്ഷാസമിതിയിൽ ഷെയ്ഖ ആലിയ അഹമ്മദ് വ്യക്തമാക്കിയത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒക്ടോബർ 13 ഷർമു ഷെയ്ഖ് ഉച്ചകോടി ഉണ്ടായിരുന്നത്. ആ ഷർമു ഷെയ്ഖ് ഉച്ചകോടിയിൽ ഖത്തർ പ്രസിഡന്റ്, അതുപോലെ ഈജിപ്ത് പ്രസിഡന്റ്, US പ്രസിഡന്റ് അടക്കമുള്ള നാല് പ്രസിഡന്റുമാരാണ് അന്നത്തെ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചത്. എങ്കിലും ഈ കരാർ വിജയകരമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈജിപ്തും ഖത്തറും ഏറെ വെല്ലുവിളികൾക്ക് ശേഷമാണ്, 2 വർഷം നീണ്ട ചർച്ചകൾക്ക്, കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നത്. അത് പ്രധാനമായിട്ടും 2 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഒന്ന്, ഫലസ്തീനികളുടെ ദുരിതത്തിന് അറുതി വരുത്തണം. രണ്ടാമതായി, അവിടുന്ന് പലായനം ചെയ്ത ഫലസ്തീനികളെ തിരികെ കൊണ്ടുവരണം. ഈ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധവിരാമം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഈ കരാർ ഒപ്പുവെച്ചത്. അത് പാലിക്കാൻ, അത് വിജയകരമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് അവർ പറയുന്നു. ഇതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അപ്ഡേറ്റുകളും അവർ UN രക്ഷാസമിതി നൽകുകയുണ്ടായി. അഥവാ മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഖത്തറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് നിർമ്മാണം നടക്കുകയാണ്. 4.5 ലക്ഷം താമസ ക്യാമ്പുകൾ ഖത്തർ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം ഈജിപ്തിലെയും അതുപോലെ ജോർദാൻ, ഈജിപ്ത് രാഷ്ട്രങ്ങൾ വഴി ഒരു ലാൻഡ് ബ്രിഡ്ജ് തന്നെ ഖത്തർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഷെയ്ഖ ആലിയത് വ്യക്തമാക്കുന്നു. അവസാനമായി അവർ പറയുന്ന രക്ഷാസമിതിയിൽ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ദ്വിരാഷ്ട്ര പദ്ധതി യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അഥവാ കുറച്ചു മുമ്പ് ന്യൂയോർക്ക് പ്രഖ്യാപനം ഉണ്ടായിരുന്നു ദ്വിരാഷ്ട്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഈ ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ ഖത്തർ സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, UN-ൽ ഫലസ്തീന് അംഗത്വം കിട്ടേണ്ടത് അവരുടെ ന്യായമായ അവകാശമാണ്. 1967 അതിർത്തികൾ അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. ഇതുമാത്രമല്ല, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നെസറ്റ് കൊണ്ടുവന്ന പ്രമേയം, അത് അന്താരാഷ്ട്ര നിയമത്തിന് ലംഘനമാണ്. ഇത്തരം പ്രമേയങ്ങൾ ഈ സംഘർഷത്തെ വ്യാപിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും ഷെയ്ഖ ആലി അഹമ്മദ് UN രക്ഷാസമിതിയിൽ ചൂണ്ടിക്കാട്ടി. ദിവ്യ.